നമ്മൾ പറയുന്നു വിശ്വാസികളുടെ രാഷ്ട്രീയമാണ് SDP മുമ്പോട്ട് വെക്കുന്നത്. അത് ക്രിസ്തുമത വിശ്വാസികളുടെയോ ഹിന്ദുമത വിശ്വാസികളുടെയോ ഇസ്ലാം മത വിശ്വാസികളുടെയോ രാഷ്ട്രീയമല്ല. ഈ പൊതുസമൂഹത്തിന്റെ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന വിശ്വാസികളുടെ രാഷ്ട്രീയം. അതിൽ ഹിന്ദുമതത്തിലെ ആളുകൾക്ക് പങ്കുചേരാൻ ഒരു പ്രശ്നവും. ശ്രീമദ് ഭഗവത്ഗീത പറയുന്നത് പോലെ അധക്കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അവിഛിന്ന വിഭാഷ്ണേയ ബാലാധിപ നിയോജിത. തെറ്റ് ചെയ്യപ്പെടുമ്പോഴും അത് തിരിച്ചറിയപ്പെടാതെ ആ തെറ്റിനെ കണ്ടിട്ടും അതിന്റെ പിന്നാലെ പോകുന്നവൻ അവൻ തെറ്റുകാരനാണ്. ഈ സമൂഹത്തിൽ കോൺഗ്രസും BJPയും CPMഉം 63 ആണ്ടുകളായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് കണ്ടിട്ടും അതിന്റെ പിന്നാലെ പോകുന്ന വിശ്വാസികള് തെറ്റ് ചെയ്യുന്നവരാണ്. അതിനെ മാറ്റേണ്ടതുണ്ട്. അതിനെ മാറ്റാൻ വിശ്വാസപരമായി ഐക്യപ്പെടുക. ഞാൻ അവസാനിപ്പിക്കുക. അതിനെ മാറ്റാൻ വിശ്വാസപരമായി ഐക്യപ്പെടുക. മഹാനായ ഇംഗ്ലീഷ് കവി റോബർട്ട് ഫോസ്റ്റ് പറഞ്ഞ ഒരൊറ്റ വരി കവിത അവതാനിപ്പിക്കുകയാണ്. The woods are lovely, dark and deep, but I have promises to keep, miles to go before I sleep and miles to go before I sleep. മലയാളത്തിലേക്ക് മഹാകവി കടമ്പനിട്ട വിവർത്തനം ചെയ്തിട്ടുണ്ട്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അവസാനത്തെ രണ്ടുപേര് മനസ്സിൽ കുറിച്ചു വെക്കണം. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുമ്പിലായി എനിക്ക് അതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. അനക്കമറ്റ് മരണത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുമ്പ്, പടച്ചതമ്പുരാൻ എന്നെയും നിങ്ങളെയും തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നടപ്പാക്കി തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും. എന്തുകൊണ്ട് ചോദിച്ചില്ല? 25 കോടി 80 ലക്ഷം പട്ടിണി പാവങ്ങളുള്ള ഒരു രാജ്യത്ത് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കപ്പെടും. എത്ര നാര്യത്വ പൂജന്തേ രമന്തേ തത്ര ദേവത, നാരിയെ പൂജിപ്പതെന്ന് ദേവതാരാമം എന്ന ശരീരികൾക്ക്. സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവം സ്വർഗത്തിൽ എന്നതുപോലെ വസിക്കുമെന്ന് പാടി പഠിപ്പിച്ച ഒരു രാജ്യത്തിന്റെ മണ്ണില് ഓരോ 8 മണിക്കൂറിലും ഒരു ദളിത് സ്ത്രീ വെച്ച് പീഡിപ്പിക്കപ്പെടുമ്പോ, ഓരോ 17 മണിക്കൂറിലും ഓരോ മുസ്ലിം പെൺകുട്ടി വെച്ച് മാനഭംഗപ്പെടുത്തുമ്പോ, അവരുടെ മാനത്തിന് വേണ്ടി എന്റെയും നിങ്ങളുടെയും സഹോദരിമാരുടെ വിമോചനത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുവെന്ന് ചോദിക്കപ്പെടും. ലോകാസമസ്ത സുഖിനോ ഭവന്തു ഈ ദാര്യരക്കാത്തിന്റെ മേഘമന്ത്രം, ആ മന്ത്രം ഓതുന്നവരാമഹസ്യൻ ആയുസ് ഹോമിക്കുമെങ്കിൽ മാത്രം ആര്യർ. നമ്മൾ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന്റെ വിമോചനം ഒന്നിച്ചാവുകയുള്ളൂ, മോചനം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് പാടിപ്പഠിപ്പിച്ച ഒരു സംസ്കൃതിയുടെ നാട്ടില് കോടിക്കണക്കിന് പിഞ്ചുകുട്ടികള് ഭക്ഷണവും പോഷകാഹാരക്കുറവും മരിച്ചു വീഴുമ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് തീവ്രവാദികളാവുക, അവരുടെ മോചനത്തിന് വേണ്ടി തീവ്രവാദികളാവുക. അതിന്റെ പേരിൽ ഏത് ദേശത്തിന്റെ പേരിലും, അതിന്റെ പേരിൽ എത്രമാത്രം ആരോപണങ്ങൾ ഉണ്ടായാലും, അതിന്റെ പേരിൽ ഈ രാജ്യത്തിന്റെ മണ്ണിൽ വെടിയേറ്റ് വീഴേണ്ടി വന്നാലും, അതിന്റെ പേരിൽ ഈ രാജ്യത്തിൽ ഉള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നാലും, ഈ രാജ്യത്തിന്റെ വിമോചനം സ്വപ്നം കണ്ടിട്ടല്ലാതെ, ഈ വിമോചനം സാക്ഷാത്കരിച്ചിട്ടല്ലാതെ ഉയർത്തിയിരിക്കുന്ന ഈ കൊടിയുമായിട്ട് ഒരടി പിന്നോട്ട് വെക്കില്ല എന്ന് ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയ പടച്ചതമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് 63 ആണ്ടിന്റെ ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്തെ മർദ്ദിത മഹാഭൂരിപക്ഷത്തിന്റെ വിമോചനത്തിന് വേണ്ടി പിറവിയെടുത്ത വിപ്ലവ മഹാപ്രസ്ഥാനത്തിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നക്ഷത്രാങ്കിത ചുവന്ന പതാക ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മഹത്തായ ഒരു പ്രഭാതം വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിമോചനം നമ്മളിലൂടെ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.